നല്ല മുട്ട വെയിലത്ത് മലയ്ക്ക് മുകളിൽ കയറി നിന്നിട്ടുണ്ടോ? ഒന്ന് നിന്ന് നോക്കണേ, നല്ല സുഖമാണ്. മീൻമുട്ടി വാട്ടർഫാളിൽ നിന്ന് നേരെ ഞങ്ങൾ വെച്ച് പിടിച്ചത് പൊന്മുടിയിലോട്ടായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പൊന്മുടിയിൽ എത്തിയപ്പോഴത്തേക്കും കറക്റ്റ് ഉച്ച ടൈമായിരുന്നു. സോ വിചാരിച്ചതുപോലെ തന്നെ വെതർ ഒന്നും കിട്ടിയതുമില്ല. പിന്നെ ഡെസ്റ്റിനേഷൻ അല്ല ഇമ്പോർട്ടൻറ്റ്, അവിടോട്ടുള്ള ട്രാവലും കൂടെയുള്ള ആൾക്കാരും ഒക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ ചില സിദ്ധന്മാർ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ അതിലങ്ങനെ സമാധാനിച്ചു. ഞാൻ ഇതിനു മുന്നേ ഒരുപാട് തവണ പൊന്മുടി വന്നിട്ടുണ്ട് കേട്ടോ. ബട്ട് ഇതുപോലെ നട്ടുച്ചയ്ക്ക് വെയിലത്ത് ആദ്യമായിട്ടാണ്. കോടയില്ലാതെ മല തെളിഞ്ഞും കണ്ടിട്ടുണ്ട്, ബട്ട് വെയിലത്ത് അത് ആദ്യമായിട്ടായിരുന്നു. നമ്മുടെ കൂട്ടത്തിൽ പൊന്മുടി ഫസ്റ്റ് ടൈം കാണുന്നവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവർക്ക് ആ നല്ല വെതർ ഒന്നും കിട്ടിയില്ല, അതൊരു മോശമായിപ്പോയി. ബട്ട് സ്റ്റിൽ ഇങ്ങനെ തെളിഞ്ഞു കിടക്കുന്ന പൊന്മുടി കാണാനും വേറൊരു ഭംഗിയാണ് കേട്ടോ. താഴ്വാരം എന്നൊക്കെ പറയത്തില്ലേ, വാലി, ആ ഒരു ഫീലാണ് തെളിഞ്ഞു കിടക്കുന്ന പൊന്മുടി കാണാൻ. അതിന്റെ ഇടയ്ക്ക് ഒരു പട്ടിക്കുട്ടനെയും കൂടെ കണ്ടായിരുന്നു കേട്ടോ. അവനെ ഇച്ചിരി നേരം കൊഞ്ചി ഇച്ചിരി നേരം കാറ്റും കൊണ്ട് അങ്ങനെ ഇരുന്നു. അത്യാവശ്യം നല്ല രീതിക്ക് കാറ്റുണ്ടായിരുന്നേ. അങ്ങനെ ഇച്ചിരി നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു പോകാനുള്ള പ്ലാൻ ആയിരുന്നു. ആക്ച്വലി ഞങ്ങളുണ്ടല്ലോ പൊന്മുടി മാത്രമേ പ്ലാനിലുള്ളായിരുന്നു. ബട്ട് വെരി റാൻഡ് ആയിട്ടാണ് മീൻമുട്ടി കൂടെ ആഡ് ചെയ്തത്. അതൊരു ബെസ്റ്റ് ഡിസിഷൻ ആയിരുന്നെന്ന് അപ്പോൾ തോന്നി കേട്ടോ. അങ്ങനെ ഒത്തിരി നല്ല ബെസ്റ്റ് മെമ്മറീസും ആയിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി. പോകുന്ന വഴിക്ക് നല്ല ചൂട് കോഫി മാഗിയും ഒക്കെ കഴിച്ച് പാട്ടും വെച്ച് ഉറഞ്ഞു തുള്ളി സംസം എന്ന ഡിന്നർ സെറ്റാക്കി കലാപരിപാടികളൊക്കെ അവസാനിപ്പിച്ചു. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് ഉടനെ കാണാം. ബൈ ബൈ.